ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടേഴ്സായ രണ്ട് പേരിൽ ഒരാൾ റെയ്ഫീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ആളായ ഷൂൾസ് ഡെലീറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. His name was Franz Schulze and he was born in the year 1809 at ഡെലീറ്റ്സ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഡെലീറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 1809 ഈ വ്യക്തി ഷൂൾസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസ് ഷൂൾസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസായ ഡെലീറ്റ്സ് കൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്, ഷൂൾസ് ഡെലീറ്റ്സ് എന്നുള്ളത്. ഹി വാസ് എ ജഡ്ജ് ഇൻ ഹിസ് നേറ്റീവ് place. Then later he resigned his job and became a full-time social worker. അദ്ദേഹം ആ ഡെലീറ്റ്സിലെ അവിടുത്തെ ജഡ്ജായിരുന്നു. പിന്നീട് അദ്ദേഹം സോഷ്യൽ വർക്കിങ്ങിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം ആ ജോലി റിസൈൻ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ലൈഫ് അദ്ദേഹം ഒരു ഫുൾ ടൈം സോഷ്യൽ വർക്കറായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഹി ബിക്കെയിം ദി മേയർ ഓഫ് Delhi. Schulze was moved by the poverty of the people and he wanted to do something for the countrymen. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതായിരുന്നു അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. He organized a friendly society for the distribution of bread for the distressed people. ഫസ്റ്റ്ലി ഷൂൾസ് ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള പാവപ്പെട്ട ഈ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. സൂൺ ഹി റിയലൈസ്ഡ് ദാറ്റ് ചാരിറ്റി വിൽ നോട്ട് ഹെൽപ്പ് ദ പീപ്പിൾ ഫർദർ ഓർ വിൽ നോട്ട് ഹെൽപ്പ് ദ പീപ്പിൾ ടു ഇംപ്രൂവ് ദെയർ ഇക്കണോമിക് പൊസിഷൻസ് ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഇൻ ദ പ്ലേസ് ഓഫ് ചാരിറ്റി. ചാരിറ്റിക്ക് പകരം എന്ത് വേണം? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട ആളുകളുടെ ഇക്കണോമിക് പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ എന്തുണ്ടാവുള്ളൂ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഷൂൾസ് മനസ്സിലാക്കും. Then he found an association of shoemakers for the joint purchase of raw material. അതിനുശേഷം അദ്ദേഹം ഷൂ മേക്കേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ സ്ഥാപിക്കുന്നു. അതായത് ജോയിൻറ്റ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വളരെ ചീപ്പ് റേറ്റിൽ അവരുടെ ലെതർ ആണെങ്കിലും എന്താണ് അവരുടെ റോ മെറ്റീരിയൽ അതെന്ത് ചെയ്യാൻ സാധിക്കും, പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റിലി ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട ഡിസ്ട്രസ്ഡ് പീപ്പിളിൻ്റെ ഇക്കണോമിക് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ബെറ്റർമെൻറ്റ് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയ ഷൂൾസ് ഒരു ഷൂ മേക്കേഴ്സ് അസോസിയേഷനാണ് ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇൻ ദ ഇയർ 1850 ഹി സെറ്റപ്പ് ഹിസ് ഫസ്റ്റ് സൊസൈറ്റി ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ഹിസ് നേറ്റീവ് ടൗൺ ഡെലീറ്റ്സ്. ദെൻ 1850 അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ടൗൺ ആയ ഡെലീറ്റ്സിൽ ആദ്യത്തെ സൊസൈറ്റി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ദസ് ഹി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. The number of credit societies slowly increased. The idea of Schulze Bank caught the imagination of the people very quickly. ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നന്നായി ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ആളുകൾക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരുന്നു ഷൂൾസിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ അദ്ദേഹം സ്ഥാപിച്ച 1850 സ്ഥാപിച്ച ആ ഒരു ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 60% ഓഫ് ദ പീപ്പിൾ ഇൻ എവറി ടൗൺ വാസ് ബെനിഫിറ്റഡ് ബൈ ഹിസ് ബാങ്ക്. ഈ ഷൂൾസിൻ്റെ ആ ഒരു സ്ഥാപിച്ച ആ ഒരു ബാങ്ക് കൊണ്ട് ആ ഒരു നേറ്റീവ് ടൗണിലെ 60% ആളുകൾക്ക് എന്ത് കിട്ടിയിരുന്നു, ബെനിഫിറ്റ് കിട്ടിയിരുന്നു. ദ ബാങ്ക് സെർവ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദി കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് ട്രേഡേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് അതർ മിഡിൽ ക്ലാസ് പീപ്പിൾ. ആ ഒരു താഴെക്കിടയിലുള്ള എല്ലാ ആളുകളുടെയും ക്രെഡിറ്റ് നീഡ് മീറ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചിരുന്നു, ഷൂൾസ് ബാങ്കിന് സാധിച്ചിരുന്നു. ഷൂൾസ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ബാങ്ക് വേർ ഡെവലപ്ഡ് ഇൻ അതർ കൺട്രി ഓൾസോ. ഫസ്റ്റിൽ ഇങ്ങനെ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിലാണ്. ദെൻ അതിനുശേഷം ഈ ഒരു മോഡൽ കണ്ടതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളും ഈ ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ജർമ്മനിയിൽ നിന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫ്രെഡറിക് നിക്കോൾസിനെ അങ്ങോട്ട് അയക്കുകയും ദെൻ ഈ പറയുന്ന ജർമ്മനിയിലെ ക്രെഡിറ്റ് സൊസൈറ്റി
അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാങ്കാണ് നമ്മുടെ ഇന്ത്യയും എന്ത് ചെയ്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ജർമ്മനി ബിക്കെയിം ദ ടോർച്ച് ബിയറർ ടു അതർ കൺട്രി ഓഫ് ദ വേൾഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. അദ്ദേഹം ഒരു ടോർച്ച് ബിയറർ, മുൻഗാമി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആരെയാണ്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത് ജർമ്മനിയാണ്. അപ്പോൾ അത്രയാണ് ഷൂൾസ് ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ടൗണിൽ അവിടെയുള്ള ആ ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാങ്ക് എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആണ്. The main objective of Schulze Bank was to provide cheap credit to small traders, artisans and middle class people living in towns. ടൗണിൽ താമസിക്കുന്ന, അതായത് നമ്മൾ റേഫീസിനെ കുറിച്ച് പറഞ്ഞത്, റേഫീസും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്ന റൂറൽ ഏരിയയ്ക്കാണെങ്കിൽ ഷൂൾസ് ഡെലീറ്റ്സ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് അർബൻ ഏരിയയ്ക്കാണ്, അല്ലെങ്കിൽ ടൗണിലായിരുന്നു. അപ്പോൾ ഈ ടൗണിൽ താമസിക്കുന്ന സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസാൻസ്, മിഡിൽ ക്ലാസ് പീപ്പിൾ, അവർക്ക് ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഷൂൾസ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. The second feature is area of operation. The area of operation of the bank was larger and therefore there was no personal relationship among the members. Area of operation എന്ന് വളരെ വൈഡ് ആയിരുന്നു. അത് അർബൻ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു വില്ലേജ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ഒരു ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ ലാർജ് ആയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ മെമ്പേഴ്സിന് എല്ലാവർക്കും പരസ്പരം അറിയുമായിരുന്നില്ല. കാരണം ഒത്തിരി ദൂരെയുള്ള ആളുകൾ അടക്കം ഇതിലെന്തായിരുന്നു, മെമ്പേഴ്സ് ആയിരുന്നു. Then third one, value of share. The value of share was very high. ഷൂൾസ് ബാങ്കിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെ കൂടുതലായിരുന്നു. ജനറലി ഇറ്റ് വാരിഡ് ഫ്രം £5 to £15. In some case it was even £50. ദെൻ 5 തുടങ്ങി 15 വരെ ആയിരുന്നു, പൗണ്ടായിരുന്നു അതിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. ചില കേസിൽ അത് 50 വരെ, £50 വരെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, പെർ ഷെയറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ടായിരുന്നു. The value of the share was fixed very high in order to provide sufficient working capital and also to encourage thrift and self-help among the members. അല്ലേ, ആ ഒരു വാല്യൂ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത്രയും ക്യാഷ് കൊടുത്തോട് ഷെയർ എടുക്കുകയുള്ളൂ. ആ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് അവിടെ എന്താകുന്നു, ഇൻവെസ്റ്റ്മെൻ്റ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് അങ്ങനെയുള്ളതൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയർ വാല്യൂ അത്ര കൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ദി ഷെയർ വാസ് നോട്ട് അലൗഡ് ടു പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതേപോലെ തന്നെ ഈ ഷെയറിൻ്റെ വാല്യൂ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. ലംസം എമൗണ്ട് ആയിട്ട് വൺ ടൈം പേയ്മെൻറ്റ് തന്നെ നടത്തണമായിരുന്നു. അതാണ് വാല്യൂ ഓഫ് ഷെയർ. ദെൻ ഫോർത്ത് വൺ, ലയബിലിറ്റി. The Schulze banks were found on the basis of limited liability. The members could not make any risk for others. അല്ലേ, നമ്മൾ ഓരോ മെമ്പറും എത്ര ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ദെൻ അപ് ടു ദാറ്റ് ദെയർ ലയബിലിറ്റി വാസ് ലിമിറ്റഡ്. അതുവരെ അവരുടെ ലയബിലിറ്റി എന്ത് ചെയ്തിരുന്നു, ലിമിറ്റഡ് ആയിരുന്നു. ദെൻ അതായത് മറ്റുള്ളവരുടെ ഒരു ലോസിലേക്ക് വേറൊരു മെമ്പർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ വ്യക്തിയുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, ലിമിറ്റഡ് ആയിരുന്നു, അപ് ടു ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ബൈ ഈച്ച് മെമ്പർ. ദെൻ ഫിഫ്ത്ത് വൺ, നാച്ചർ ഓഫ് ലോൺ. Loans were granted against tangible assets. ടാഞ്ചിബിൾ അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, ദെൻ അങ്ങനെയുള്ള ടാഞ്ചിബിൾ അസറ്റിൻ്റെ ബേസിലായിരുന്നു എന്ത് കൊടുത്തിരുന്നത്, ലോൺ കൊടുത്തിരുന്നത്. ദ ലോൺ വെർ ഇഷ്യൂഡ് ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ്, യൂഷ്വലി ഫോർ 3 months. 3 മാസം, മാക്സിമം 3 മാസത്തേക്ക് മാത്രമേ എന്ത് കൊടുത്തിരുന്നുള്ളൂ, ലോൺ കൊടുത്തിരുന്നുള്ളൂ. ഇറ്റ് ഡിഡ് നോട്ട് ഗ്രാൻഡ് ലോൺ ഫോർ ലോങ് പീരിയഡ് ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് ദ ഡിപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക് വാസ് ഷോർട്ടേജ്. കൂടിയ കാലത്തേക്ക്, ലോങ് പീരിയഡിലേക്ക് എന്ത് കൊടുത്തിരുന്നില്ല, ലോൺ കൊടുത്തിരുന്നില്ല. കാരണം ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഷോർട്ട് പീരിയഡിലേക്കുള്ള ഡിപ്പോസിറ്റ് ആയിരുന്നു കൂടുതലും. നമുക്കറിയാം ബാങ്കുകൾ എന്താ ചെയ്യുന്നത്, ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിയിരുന്ന ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡിപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവർ കൊടുത്തിരുന്ന ലോൺ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ടൈം ലോണാണ്. ദ പർപ്പസ് ഓഫ് ദി ലോൺ വാസ് നോട്ട് ക്ലോസ്ലി സ്ക്രൂട്ടനൈസ്ഡ്. എന്തിനാണ് അവരത് ഉപയോഗിക്കുന്നത്,
ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, സ്ക്രൂട്ടനൈസ് ചെയ്യുകയോ ദി യൂട്ടിലൈസേഷൻ ഓഫ് ദി ലോൺ എമൗണ്ട് വാസ് ഓൾസോ നോട്ട് സൂപ്പർവൈസ്ഡ്. അതിൻ്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്തിരുന്നില്ല, സൂപ്പർവൈസും ചെയ്തിരുന്നില്ല. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിരുന്നില്ല, അതിൻ്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്തിരുന്നില്ല, സൂപ്പർവൈസ് ചെയ്തിരുന്നില്ല. അവർ കൊടുക്കുന്ന ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഷോർട്ട് പീരിയഡിലേക്ക് എന്ത് പർപ്പസിനാണെങ്കിലും അവർക്ക് എന്ത് കൊടുത്തിരുന്നു, ലോണ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വാസ് നോട്ട് അലൗഡ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആ ഒരു ലോൺ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, റീപേ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി ബാങ്ക് on the loan was very high. These are the feature of loan provided by Schulze Bank. That means the loans granted against tangible security, then issued only for short period. The purpose was not closely scrutinized and the payment of the loan was not allowed in installment. Rate of interest was very high. Then the next feature is reserve fund. In Schulze Bank, much emphasis was not given to reserve fund. Reserve fund was used to make good the loss as and when occurred. അതായത് നമുക്കറിയാം റേഫീസൺ ബാങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് 2/3 ഐ തിങ്ക് അത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റിൻ്റെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കമ്പൽസറി ആയിരുന്നു, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്. പക്ഷേ ഷൂൾസ് ഈ റിസർവ് ഫണ്ടിന് എന്ത് കൊടുത്തിരുന്നില്ല, എംഫസൈസ് കൊടുത്തിരുന്നില്ല. എന്തെങ്കിലും റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ലോസ് സംഭവിക്കുമ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ദെൻ 7th one, ഡിവിഡൻഡ്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദ ബാങ്ക് വാസ് വെരി ഹൈ because it was mainly a profit earning concern. The rate of dividend was as high as 20%. 20%ൽ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. കാരണം ഈ ഷൂൾസിൻ്റെ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ളൊരു ബാങ്കായിരുന്നു. ഷൂൾസ് ബിലീവ്ഡ് ദാറ്റ് ഹൈ ഡിവിഡൻഡ് വുഡ് അട്രാക്ട് മോർ ഷെയർ ക്യാപിറ്റൽ ടു ദി ബാങ്ക്. അല്ലേ, ഡിവിഡൻഡ് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു സങ്കല്പത്തിൽ അദ്ദേഹം കൂടുതൽ ഡിവിഡൻഡ് എന്ത് ചെയ്തിരുന്നു, പ്രൊവൈഡ് ചെയ്തിരുന്നു. Then management. The management of the bank was carried on democratic basis. There was a board of management consisting of 3 members elected by general body. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ദർ ടേം ഓഫ് ഓഫീസ് വാസ് ഫോർ 3 years. 3 വർഷത്തേക്കായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത്. There were full-time paid servants in the bank. Regular office of the bank were maintained and the employees were highly paid. Regular office ഉണ്ടായിരുന്നു, അവിടുത്തെ എംപ്ലോയീസിനൊക്കെ ഹൈ സാലറി എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. The audit of the accounts of the bank was conducted by the inspector of Schulze Delegates Union. Schulze Delegates Unionൻ്റെ ഇൻസ്പെക്ടർ ആയിരുന്നു ആ ഒരു ബാങ്കിൻ്റെ, ഷൂൾസ് ബാങ്കിൻ്റെ ഓഡിറ്റ് എന്ത് ചെയ്തിരുന്നത്, കണ്ടക്ട് ചെയ്തിരുന്നത്. ദെൻ ഇത്രയാണ് ഷൂൾസ് ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ലാർജ് ആയിരുന്നു. വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരുന്നു, 5 to 15 ആയിരുന്നു. ഇൻ സർട്ടൈൻ കേസ് അത് 50 വരെ ആവുമായിരുന്നു. ദെൻ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ദെൻ നാച്ചർ ഓഫ് ലോൺ. ദെൻ റിസർവ് ഫണ്ടിന് എംഫസൈസ് കൊടുത്തിരുന്നില്ല. ഡിവിഡൻഡ്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരുന്നു. മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ റൈഫീസൺ ബാങ്ക് ആൻഡ് ഷൂൾസ് ബാങ്ക്. നമ്മൾ 2 ബാങ്കും പഠിച്ചു അല്ലേ, റൈഫീസൺ ബാങ്കും പഠിച്ചു, ഷൂൾസ് ബാങ്കും പഠിച്ചു. രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കമ്പാരിസൺ എന്ന് നോക്കാം. ഫസ്റ്റ് കമ്പാരിസൺ, അതിൻ്റെ ബേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മെമ്പർഷിപ്പ്. Then in Raiffeisen society, membership was open to rural people, especially to farmers. റൈഫീസിൻ്റെ കേസിൽ മെമ്പർഷിപ്പ് ആർക്കായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്, റൂറൽ പീപ്പിളിനായിരുന്നു, എസ്പെഷ്യലി farmersന്. But in the case of Schulze Bank, the membership was open to artisans, traders, industrial workers and middle class people living in urban area. Then അപ്പോൾ റൈഫീസൺ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിരുന്ന റൂറൽ ഏരിയയിലുള്ളവർക്കാണ്. ദെൻ ഷൂൾസ് ബാങ്ക് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിരുന്നത് അർബൻ ഏരിയയിലുള്ള ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അവർക്കായിരുന്നു മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിരുന്നത്. ദ സെക്കൻഡ് ബേസ് ഈസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. In Raiffeisen society, the area of operation was limited or small. On the other hand, the area of operation of Schulze Bank was very wide.
എ ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു ഷൂൾസ് ബാങ്കിൻ്റെ. തേർഡ് വൺ, വാല്യൂ ഓഫ് ഷെയർ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇൻ ദ കേസ് ഓഫ് റൈഫീസൺ സൊസൈറ്റി, വാല്യൂ ഓഫ് ഷെയർ വാസ് വെരി ലോ. ഓൺ ദി അതർ ഹാൻഡ്, ദ വാല്യൂ ഓഫ് ഷെയർ വാസ് വെരി ഹൈ ഇൻ ഷൂൾസ് ബാങ്ക്, അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ലയബിലിറ്റി. റൈഫീസൺ സൊസൈറ്റി ലയബിലിറ്റി വാസ് അൺലിമിറ്റഡ്. റൈഫീസൻ്റെ ലയബിലിറ്റിയുടെ നാച്ചർ എന്തായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ഓൺ ദി അതർ ഹാൻഡ്, ലയബിലിറ്റി ഓഫ് ഷൂൾസ് ബാങ്ക് വാസ് ലിമിറ്റഡ്. ഷൂൾസ് ബാങ്കിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരുന്നു. ദെൻ നാച്ചർ ഓഫ് ലോൺസ്. എങ്ങനെയായിരുന്നു ലോൺ കൊടുത്തിരുന്നത്? റൈഫീസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇൻ റൈഫീസൺ സൊസൈറ്റി, ലോൺ വാസ് ഗീവൺ ഫോർ ലോങ്ങർ പീരിയഡ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ സെക്യൂരിറ്റി. പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ബേസിൽ രണ്ട് തരത്തിലുള്ള ലോൺ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർഡിനറി ലോൺ, കറണ്ട് ലോൺ. ദെൻ അതേപോലെ അതിൻ്റെ പർപ്പസും യൂട്ടിലൈസേഷനൊക്കെ തറോലി എന്ത് ചെയ്തിരുന്നു? സ്ക്രൂട്ടനൈസ് ചെയ്തിരുന്നു. Then in the case of Schulze Bank, loan was given for a short period on the basis of landed assets. ടാഞ്ചിബിൾ അസറ്റിൻ്റെ ബേസിൽ മാത്രമായിരുന്നു എന്ത് കൊടുത്തിരുന്നത്? ലോൺ കൊടുത്തിരുന്നു. അതും ഷോർട്ട് പീരിയഡിലേക്കാണ് കൊടുത്തിരുന്നത്. അവിടെ ആ ഒരു ലോണിൻ്റെ പർപ്പസോ യൂട്ടിലൈസേഷനോ ഒന്നും തറോലി സ്ക്രൂട്ടനൈസ് ചെയ്തിരുന്നില്ല. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ റൈഫീസൺ സൊസൈറ്റീസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് വെരി ലോ, അല്ലേ? നമ്മൾ ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈഫീസൻ്റെ സൊസൈറ്റിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 4 to 5 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എപ്പോഴും ടൗൺ ബാങ്കിനേക്കാൾ 1% എന്തായിരുന്നു? കുറവായിരുന്നു. ദെൻ ഷൂൾസ് ബാങ്കിൻ്റെ കേസിലോ, ഇൻ ഷൂൾസ് ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് വെരി ഹൈ. ദെൻ നെക്സ്റ്റ് വൺ, റിസർവ് ഫണ്ട്. In Raiffeisen society, there was permanent reserve fund. That means much emphasis was given to the creation of reserve fund. In all year, a certain percentage should be transferred to reserve fund. On the other hand, in Schulze Bank, there was no importance to reserve fund. Reserve fund ന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഏതിലുണ്ടായിരുന്നില്ല? ഷൂൾസ് ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. Then next one, dividend. ഇൻ റൈഫീസൺ സൊസൈറ്റി നോ ഡിവിഡൻഡ് വാസ് ഗിവൺ, അല്ലേ? ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തത് കൊണ്ട് തന്നെ റൈഫീസൺ ബാങ്കിൽ എന്ത് കൊടുത്തിരുന്നില്ല? ഡിവിഡൻഡ് കൊടുത്തിരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷൂൾസ് ബാങ്ക് റേറ്റ് ഓഫ് ഡിവിഡൻഡ് വാസ് വെരി ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഷൂൾസ് ബാങ്കിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. ദെൻ മാനേജ്മെൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് മാനേജ്മെൻറ്റും എന്താണ്? ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. പക്ഷേ അതിൽ ഡിഫറൻസ് എവിടെയാണ്? മാനേജ്മെൻറ്റ് വാസ് ഹോണററി ഇൻ റൈഫീസൺ സൊസൈറ്റി. മാനേജ്മെൻറ്റിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ ആർക്കും എന്ത് കൊടുത്തിരുന്നില്ല? ഒരു റെമ്യൂണറേഷനും കൊടുത്തിരുന്നില്ല. അതൊരു ഹോണററി സർവീസ് ആയിരുന്നു. ബട്ട് ഇൻ ഷൂൾസ് ബാങ്ക് മാനേജ്മെൻറ്റ് വാസ് പെയ്ഡ്. ഷൂൾസിൻ്റെ കേസിൽ മാനേജ്മെൻറ്റിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ ഹൈ എമൗണ്ട് എന്ത് ചെയ്തിരുന്നു? പേ ചെയ്തിരുന്നു. ലാസ്റ്റിലെ ഒബ്ജക്റ്റീവ്. Raiffeisen societies aimed at moral development of members. Then moral ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിരുന്നു? റൈഫീസൺ സൊസൈറ്റി കൊടുത്തിരുന്നു. ഓൺ ദി അതർ ഹാൻഡ്, ഷൂൾസ് ബാങ്ക് എയിംഡ് അറ്റ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മെമ്പേഴ്സ്. ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഒരു മെറ്റീരിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു ആര് ഫോക്കസ് ചെയ്തിരുന്നത്? ഷൂൾസ് ബാങ്ക് ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മുടെ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള കമ്പാരിസനാണ്. ഈ ഫീച്ചേഴ്സൊക്കെ നമ്മൾ രണ്ടിലും പഠിച്ചതാണ്. റൈഫീസൺ ബാങ്കിലും ഷൂൾസ് ബാങ്കിലും പഠിച്ചതാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മളിത് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റൈഫീസൺ ബാങ്കിൻ്റെയും ഷൂൾസ് ബാങ്കും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു ഓൾ.